കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ കൂടുതൽ ഇരകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ്. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടിയുടെ പരാതി പ്രകാരമാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഇരകളുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരികയാണ്. കൂടുതൽ ഇരകളെ കണ്ട് ചോദ്യം ചെയ്യാനുള്ള നടപടി ഇന്ന് തന്നെ ആരംഭിക്കും. പിന്നീട് ഈ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു രാഘവൻ കമ്മിറ്റി റിഫോംസ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. രാഘവൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കും. പിന്നെ UGCയുടെ റെഗുലേഷനുണ്ട് ഇക്കാര്യമായിട്ട് ബന്ധപ്പെട്ട്, അതും കൃത്യമായിട്ട് പരിശോധിച്ച് ബാക്കി കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, വാർഡൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടോ, ആ രീതിയിലുള്ള അന്വേഷണം കൂടെ കൃത്യമായിട്ട് നടത്തും. പിന്നീട് ഈ വീഡിയോ ദൃശ്യം ഏത് മൊബൈൽ ഫോണിലാണ് പകർത്തിയത്, അതിൻ്റെ ഒറിജിൻ, ആ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ നടത്തും. പ്രതികളായിട്ട് പിടിച്ചിരിക്കുന്ന 5 പേരുടെയും ഫോണുകൾ നമ്മൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. നമ്മൾ കേരള ആൻറ്റി റാഗിംഗ് ആക്ട്, പ്രൊഹിബിഷൻ ഓഫ് റാഗിംഗ് ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3 and 4 പ്രകാരമുള്ള കുറ്റങ്ങളും അതുപോലെ സിമ്പിൾ ഹർട്ടിനുള്ള കുറ്റങ്ങളും എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് ഇവരുടെ കുട്ടികളുടെ അടുത്ത് നിന്ന് സീനിയേഴ്സ് പണം നിർബന്ധപൂർവം പിടിച്ചു വാങ്ങി എന്നുള്ള വകുപ്പും ചേർത്തിട്ടാണ് നിലവിൽ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യുമെന്നും SP അറിയിച്ചു.